ധനുഷ് തനിക്ക് അച്ഛനെ പോലെയാണെന്ന് നയൻതാരയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവൻ. നയൻതാരയുമായുള്ള നിയമപ്രശ്നത്തെ തുടർന്ന് ധനുഷുമായുള്ള വ്യക്തിബന്ധം നഷ്ടമായതിൽ താൻ ഇന്ന് ഖേദിക്കുന്നുവെന്ന് വിഘ്നേഷ് ശിവൻ പറഞ്ഞു. ധനുഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ സംവിധായകൻ വിഘ്നേഷ് ശിവൻ, ധനുഷുമായുള്ള ബന്ധം നഷ്ടമായത് തന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണെന്ന് തനിക്കതിൽ ദുഃഖമുണ്ടെന്നും വിഘ്നേഷ് ശിവൻ പറഞ്ഞു. എനിക്ക് ധനുഷിനെ ഒരുപാട് ഇഷ്ടമാണ്. ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ പിന്തുണ അദ്ദേഹമായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെയുള്ളതിന് കാരണം അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ജൂലൈ 28-നാണ്. അതേ ദിവസമാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അച്ഛൻ്റെ സാന്നിധ്യമാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് അനുഭവപ്പെടുന്നത്. അദ്ദേഹത്തെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ പോലും അറിയാതെ ചിലതൊക്കെ സംഭവിക്കും. സാഹചര്യങ്ങൾ അങ്ങനെയായി പോകും. നല്ല ബന്ധത്തിലായിരിക്കുന്ന ഒരാളുമായി ആ ബന്ധം അവസാനിപ്പിക്കുന്നത് നാണക്കേടായി കാണുന്നു. വളരെ മനോഹരമായ നിമിഷങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നതായും അതെല്ലാം അവസാനിച്ചതായും അദ്ദേഹം പറയുന്നു. ആ ബന്ധം ഇല്ലാതായതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. അതിലെനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. എപ്പോഴും എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചേക്കാം. കൃത്യമായ പ്രശ്നമുണ്ടായ ശേഷം രണ്ടുപേർ പിരിയുകയാണെങ്കിൽ ആ പ്രശ്നത്തിന് പിന്നീട് പരിഹാരം കണ്ടെത്താൻ കഴിയും. എന്നാൽ പ്രശ്നങ്ങളെ ഇല്ലാതെ പിരിയുന്ന അവസ്ഥ വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കും? അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ ജോലി ചെയ്യുന്ന ഒരാൾ ഈ ലോകത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വേലയിലെ പട്ടധാരിയുടെ ഷൂട്ടിങ്ങിനിടെ ഞാൻ അദ്ദേഹത്തിനൊപ്പം 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിച്ച ശേഷം മാത്രമേ ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. എനിക്ക് അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഒരിക്കലും മാറാൻ പോകുന്നില്ല. മരണം വരെയും അങ്ങനെ തന്നെയാകും. ഞാനിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ ധനുഷ് സാർ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്നും വിഘ്നേഷ് ശിവൻ പറയുന്നു. 2024 നവംബറിൽ ധനുഷിന്റെ നിർമ്മാണ കമ്പനിയായ വണ്ടർ ബാർ ഫിലിംസ്, നയൻതാര, വിഘ്നേഷ് ശിവൻ അവരുടെ ബാനറായ റൗഡി പിക്ചേഴ്സ് എന്നിവർക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിലിൽ ഞാനും റൗഡി ദാൻ നിന്നുള്ള ഫൂട്ടേജ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ്. വിഘ്നേഷുമായുള്ള തന്റെ ബന്ധത്തിന് തുടക്കം കുറിക്കുന്ന ചിത്രമായതിനാൽ ആ ദൃശ്യങ്ങൾ പ്രധാനമാണെന്നാണ് നയൻതാര ഡോക്യുമെന്ററിയുടെ ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം ധനുഷിന് വ്യക്തിപരമായ വിദ്വേഷമുണ്ടെന്നും 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമപരമായി നോട്ടീസ് അയച്ചതായും അവർ ആരോപിക്കുന്നു. 2025 ജനുവരിയിൽ ധനുഷിന് അനുകൂലമായി മദ്രാസ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചു. കേസ് തള്ളണമെന്ന നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു. കേസ് ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.